വെൽക്കം ടു ഫ്ലൈങ് ബേർഡ്സ്. ഇന്ന് നോമ്പ് കാലത്തിലൊരു സൺഡേ ആണ്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച ആകുമ്പോൾ ഇവർക്ക് ചോറും കറിയും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഉഷാറുണ്ടാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു മുട്ടയ്ക്ക് ഞങ്ങൾ നോയമ്പെടുത്തിട്ടില്ല. അപ്പോൾ മുട്ട ബിരിയാണിയാണ്, എഗ്ഗ് ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കണത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റണ ബിരിയാണികളിൽ ഈസി ആയിട്ടുള്ളൊരു ബിരിയാണിയാണല്ലോ ഈ മുട്ട ബിരിയാണി. അപ്പോൾ അത് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ എടുത്ത് വെച്ചേക്കണത്, ഇതൊരു 10 സവാള എടുത്ത് വെച്ചിട്ടുണ്ട്, അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാനൊരു 10 മുട്ടയാണ് എടുക്കണേ. അതായത് 2 പ്രാവശ്യം തിന്നണമെങ്കിൽ 2 മുട്ട വെച്ച് ഞങ്ങൾ 5 പേരുണ്ടല്ലോ. അങ്ങനെ 10 മുട്ടയ്ക്ക് 10 മീഡിയം സൈസിലുള്ള 10 സവാള എടുത്തിട്ടുണ്ട്. ഒരു 3 ടൊമാറ്റോ മീഡിയം സൈസിൽ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇഞ്ചി ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. ഒരു 3 പച്ചമുളക്, പിന്നെ കറിവേപ്പില, മല്ലിയിലയും പുതിനയിലയും, പിന്നെ കുറച്ച് തൈര്, നെയ്യ്, ഓയിൽ, പിന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി. അത് ഇടുമ്പോൾ പറഞ്ഞുതരാം. പിന്നെ നമ്മുടെ ബസ്മതി റോസിൻ്റെ ബിരിയാണി റൈസ് എടുത്തേക്കണം, റോസ് കൈമാരി ജീരക. ഇപ്പോൾ പാൻ അടപ്പത്ത് വെച്ച് ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഓയിലാണ് ഒഴിക്കണേ. ഒരു 3 ടേബിൾ സ്പൂൺ ഒഴിക്കണുണ്ട്. അതിലേക്ക് ഇഞ്ചി ഉള്ളിയും ചതച്ച് വെച്ചേക്കണത്, ഒരു ബൾബ് വെളുത്തുള്ളി ഉണ്ട്, ഒരു 2 വലിയ പീസ് ഇഞ്ചി, രണ്ടും കൂടി ചതച്ച് വെച്ചതാണ്. അതൊന്ന് വഴറ്റി കൊടുക്കുക. ഒരു തണ്ട് വേപ്പിലയും ഇപ്പം ഞാൻ ഇടുന്നുണ്ട്. ഒന്ന് മൂത്ത് വരുമ്പോൾ പച്ചമുളക് 3 എണ്ണം ചേർക്കുക. ഇതും ഒന്നും കൂടി മൂത്ത് കഴിയുമ്പോൾ നമ്മുടെ സവാള 10 എണ്ണം ഗ്രേവി വേണമല്ലോ, അപ്പോൾ അത് കാരണമാണ് 10 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ സവാളയല്ല, അതുകൊണ്ടാണ് 10 എണ്ണം എടുത്തത്. കുറച്ച് ഉപ്പ് സവാള വാടാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. ഈ സവാള നന്നായി വാടി കഴിഞ്ഞ് കഴിയുമ്പോൾ ബാക്കി ഐറ്റംസ് ചേർക്കാം. ഇതിൽ നിന്ന് സവാളയൊക്കെ വാടി വന്നതിന് ഒരു സ്പൂൺ എടുത്തിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്, റൈസിലേക്ക് ഇടാനാണ്. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. പൊടികളായിട്ട് ഞാൻ ചേർക്കുന്നത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക്, ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി ഇട്ട് കുറച്ച് ഓയിൽ ഒഴിക്കാം. മിക്സ് ചെയ്ത് ഇപ്പോൾ സവാള നല്ലോണം വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ നമ്മൾ തക്കാളി പേസ്റ്റ് ചെയ്ത് വെച്ചില്ലേ, ഒരു 3 തക്കാളി, 3 തക്കാളി മതി ചെറുത്.
ഇതിലേക്ക് വീണ്ടും ഒരു തണ്ട് കറിവേപ്പിലയും കുറച്ച് പുതിനയും മല്ലി എടുക്കട്ടെ കേട്ടോ. മല്ലിയില കുറച്ച് അതും കൂടി ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിടാം. കുറച്ച് ചൂടുവെള്ളം ഒഴിക്കാം. ഒരു അര ഗ്ലാസ് ഒഴിച്ചാൽ മതി. ഇനി എല്ലാം കൂടി ഗ്രേവി നല്ലോണം തിളച്ച് കുറച്ച് നേരം ഇരിക്കട്ടെ. ഇതിലേക്ക് ഞാൻ മീൽ പ്രപ്പിൽ കാണിച്ചായിരുന്ന സവാള ഫ്രൈ ചെയ്ത് വെച്ചായിരുന്നതില്ലേ, അത് കുറച്ച് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗാർണിഷിങ്ങിന് വേണം. ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് 2 മിനിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രേവി റെഡി. ഗ്രേവി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് റൈസ് റെഡിയാക്കാനായിട്ട് അരി ഞാൻ 3-4 പ്രാവശ്യം കഴുകി വെച്ചിട്ടുണ്ട്. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിന് വെള്ളം ഞാൻ അടുപ്പത്ത് വെച്ച് ബോയിൽ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് വേറെ പാത്രം ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ നെയ്യാണ് ഒഴിക്കണത്. കുറച്ച് നെയ്യ് ഒഴിക്കുക. നെയ്യ് ചൂടായി കഴിയുമ്പോൾ ഏതിൻ്റെയൊക്കെ ഫ്ലേവറുകളാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതൊക്കെ ഇടാം. ഇത് ബേ ലീഫ്, ജാതിപത്രി, 3-5 ഏലക്കായ, കുറച്ച് കറുവപ്പട്ട, തക്കോലം എൻ്റെ കയ്യിലില്ല. തക്കോലം ഉണ്ടെങ്കിൽ തക്കോലം കൂടി ഇടാം. ഒരു ടീസ്പൂൺ പെരുംജീരകവും. ഇതെല്ലാം കൂടി പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ നേരത്തെ നമ്മൾ വഴറ്റി വെച്ചാർന്ന സവാള മാറ്റി വെച്ചിട്ടുണ്ടായില്ലേ, അത് കുറച്ച് ഇതിലിടാം. ഇതിലേക്ക് നമ്മുടെ ഊറ്റി വെച്ചേക്കണ അരി ഇടാം. ഇതിലേക്ക് ബോയിൽ ചെയ്ത് വെച്ചേക്കണ വെള്ളം, ഒന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിടാം. ആവശ്യത്തിനുള്ള ഉപ്പിടുന്നതോടൊപ്പം തന്നെ ഒരു കുഞ്ഞ് സ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. അപ്പോൾ അതിന് ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. ഇനി നന്നായി തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ മൂടി വെച്ച് 20 മിനിറ്റ് വേവിക്കാം. ദമ്മ് ചെയ്യാം. ആദ്യം മസാലയും മുട്ടയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് റൈസ് ഒരു ലെയർ ഇടാം. കുറച്ച് മല്ലിയിലയും പുതിനയിലയും ഒനിയൻ, സവാള വറുത്തത്, കാഷ്നട്ടൊക്കെ കൂടിയുള്ളത് ഇതിലിടാം. കുറച്ച് നെയ്യ് ഒഴിക്കുക.
റോസ് വാട്ടറാണിത്. കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാം. കുറച്ച് റോസ് വാട്ടർ ഒഴിക്കാം. ഇങ്ങനെ ലെയർ ചെയ്തെടുക്കാം. ഇനി 20 മിനിറ്റ് നമുക്ക് ചെറിയ ചൂടുള്ള അടുപ്പിൽ വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞെടുക്കാം. അടിപൊളി ടേസ്റ്റ് പോലെ വായല വെള്ളം തന്നെ സൂപ്പറാ. അല്ലാതെ ട്രൈ ചെയ്ത് നോക്കിക്കോ. പിള്ളേർക്കൊക്കെ ഇഷ്ടമാവും. പിള്ളേർക്കല്ല വലിയവർക്കും ഇഷ്ടമാവും. നല്ല ടേസ്റ്റ് ഉണ്ട്. അരി കറക്റ്റ് വെന്തേക്കണം. മസാലയും ഒക്കെ കറക്റ്റാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്. ഇന്നത്തെ എഗ് ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.